dear students, a warm welcome. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഷോട്ടിൽ വളരെ ക്വിക്കായി കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ഹ്യൂമൻ ഫിസിയോളജിയുടെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഇൻറ്റഗ്രേഷനും കോർഡിനേഷനും വേണ്ടി രണ്ട് സിസ്റ്റംസ് ആണ് നമ്മളെ സഹായിക്കുക, നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും. എന്നാൽ ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം ഒരു പോയിന്റ് ടു പോയിന്റ് ഫാസ്റ്റ് കണക്ഷൻ നൽകുന്നുവെങ്കിലും നമ്മുടെ ഈ സെല്ലിലേക്ക് റീച്ച് ചെയ്യുക നെർവസ് സിസ്റ്റത്തിന് ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല സ്ലോ ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഒരിക്കലും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ റിലവൻസ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു എക്സാമ്പിളായി ഗ്രോത്ത് ഹോർമോണിനെ എടുക്കാം. ഇത് മോസ്റ്റ് ഓഫ് ദ സെൽസിലും ചെന്ന് സെൽ ഡിവിഷനെ ഇനിഷ്യേറ്റ് ചെയ്യണം, ബോൺ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആലോചിക്കണം, ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ആസ് എ സ്വിച്ച് ഇസ് ടേൺഡ് ഓൺ, അല്ലേ? ഇത് വളരെ സ്ലോ ആയി നടക്കേണ്ട പ്രോസസ്സാണ്, ഫോർ വിച്ച് യു നീഡ് ദി എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? നിങ്ങൾക്കറിയാം, ഡക്ട്ലെസ് ആയി ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഹോർമോൺസ് എന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ സെൻഡ് ഓഫ് ചെയ്യുന്നവരാണ് നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആൻഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂം ഇല്ലാത്ത നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ട്രേസ് എമൗണ്ടിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചറുകളാണ്. ഈ മെസ്സഞ്ചേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ ഏത് പോയിന്റിൽ നിന്നാണോ ഇറങ്ങുന്നത് അത് ബ്ലഡിലേക്കാണ് റീച്ച് ചെയ്യുക, അല്ലേ? ബ്ലഡിനൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലും ബ്ലഡ് റീച്ച് ചെയ്യും. എന്നാലും നമ്മുടെ എൻഡോക്രൈൻ ഹോർമോൺസുകൾ ഒരിക്കലും എല്ലാ സെൽസിലും ആക്ട് ചെയ്യില്ല. ദേ വിൽ ഓൺലി ആക്ട് ഓൺ ടാർഗറ്റ് സെൽസ് ബിക്കോസ് ദേ ഓൺലി ഹാവ് റിസപ്റ്റേഴ്സ് ഫോർ ഇറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഈ എൻഡോക്രൈൻ സിസ്റ്റം ഏതാണെന്നൊന്ന് നോക്കിയാലോ. ബേസിക്കലി ഹ്യൂമൻ ബോഡിയിലെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ നമ്മൾ നോൺ ഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നോൺ ഓർഗനൈസ്ഡ് മീൻസ് യു ആർ ഹാവിങ് ആ ഗ്രൂപ്പ് ഓഫ് സെൽസ്, പക്ഷെ അവരൊരു ഗ്ലാൻഡ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹാർട്ടിൽ പഠിച്ചിട്ടില്ല, ഹാർട്ടിൻ്റെ ഏട്രിയൽ വാൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഏട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ. ഇത് നിങ്ങൾ എക്സ്ക്രീഷനിൽ പഠിച്ചിട്ടുണ്ട്. ദേ ഹെൽപ്സ് ഇൻ ഡൈയൂറിസിസ് ബൈ പ്രിവെന്റിംഗ് ദ ഫംഗ്ഷൻ ഓഫ് ADH ഓൺ ദി DCT പാർട്ട് ഓഫ് യുവർ നെഫ്രോൺ. ഇനി അടുത്ത ഒരു ഹോർമോൺ ആണ് നമ്മുടെ കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, വിച്ച് ഹെൽപ്സ് ഇൻ RBC പ്രൊഡക്ഷൻ. ഇനി നമ്മുടെ GIT ട്രാക്ട് എടുത്താൽ ഒരുപാട് ഹോർമോൺസിനെ നിങ്ങൾക്ക് അവിടെ കാണാം. സ്റ്റൊമക്കിന്റെ വാളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷന് സഹായിക്കുക. ഇൻഡസ്റ്റൈനൽ വാളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡുകളാണ് ശരിക്കും മൊബിലിറ്റി ഓഫ് യുവർ സ്റ്റൊമക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. ആൻഡ് യു ഹാവ് സെക്രീറ്റിൻ, ഇതും ഇൻഡസ്റ്റൈനൽ വാളിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ്, വിച്ച് ഹെൽപ്സ് ഇൻ ദ സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ്സ് ആൻഡ് വാട്ടർ ഫ്രം യുവർ പാൻക്രിയാസ്. ആൻഡ് അതുപോലെ നമുക്ക് പാൻക്രിയാറ്റിക് ജ്യൂസിനെയും ബൈൽ ജ്യൂസിനെയും സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കോളിസിസ്റ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോണും ഉണ്ട്. സോ ദീസ് ആർ എ ഫ്യൂ ഹോർമോൺസ് വിച്ച് ആർ സെക്രീറ്റഡ് ബൈ നോൺ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എന്നാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? സോ ഹെഡ് ടു ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രെയിനിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളായ ഹൈപ്പോതലാമസ് ആൻഡ് എപ്പിതലാമസ്, വിച്ച് ഇസ് കോൾഡ് എസ് പിനിയൽ ഗ്ലാൻഡ്. ക്രേനിയൽ കാവിറ്റിയുടെ അകത്ത് തന്നെ ഹൈപ്പോതലാമസുമായി അറ്റാച്ച് ചെയ്ത് നിങ്ങൾ കാണുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ നമ്മുടെ തൈറോയ്ഡ് കാർട്ടിലേജിന് തൊട്ട് താഴെയായി രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്ന നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് എടുത്ത് നമ്മളിങ്ങനെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നൊഡ്യൂൾസ് ആയി കാണുന്ന 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ട്രക്കിയ ചെന്ന് ബൈഫോക്കേറ്റ് ചെയ്യുന്ന ആ ബൈഫോക്കേഷൻ്റെ അവിടെ കാണുന്ന ബൈലോഡ് ആയിട്ടുള്ള തൈമസ് ഗ്ലാൻഡ്. ഇനി താഴേക്ക് പോകുമ്പോൾ കിഡ്നിയുടെ മുകളിലായി നമ്മളൊരു ക്യാപ്പ് പോലെ കാണുന്ന അഡ്രിനൽ ഗ്ലാൻഡ്. ദെൻ നമ്മുടെ ഡിയോഡിനത്തിന്റെ C-ഷേപ്ഡ് കർവേച്ചറിന്റെ അകത്തായി കാണുന്ന പാൻക്രിയാസ്. ആൻഡ് ഫൈനലി ഫോർ മെയിൽസ് യു ഹാവ് ദ ഗൊനാഡ്സ് ടെസ്റ്റിസ് ആൻഡ് ഫോർ ഫീമെയിൽസ് യു ഹാവ് ഓവറി. ഇവർക്കും ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഓരോ ഗ്ലാൻഡും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ സിമ്പിളായി പഠിക്കാനുള്ള ഏറ്റവും ഈസി മെത്തേഡ് ഇതാണ്. ഒരു ഗ്ലാൻഡ് പഠിക്കുക, ആ ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക, ഹോർമോൺസ് ഏതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക, ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്, ഇഫ് ദെയർ ഈസ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്, എന്തെല്ലാം ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ഇരിക്കുന്നത്?
നിങ്ങൾക്കറിയാം ഹൈപ്പോതലാമസുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതലാമസിനോട് ഒരു സ്റ്റോക്ക് വെച്ച്, വിച്ച് ഇസ് കോൾഡ് എസ് ഇൻഫെന്റിബുലം, അതുമായി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പാർട്ടിനെ കാണുക, പാർട്സ് നെർവോസ. So this part is actually called as the posterior pituitary or neurohypophysis. Why is it called as neurohypophysis? കാരണം ഹൈപ്പോതലാമസിലെ ന്യൂക്ലിയർ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യുകയാണ് ശരിക്കും ഈ ന്യൂറോഹൈപ്പോഫൈസിസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ നെവർ പ്രൊഡ്യൂസിങ് എ ഹോർമോൺ ഓഫ് ഇറ്റ്സെൽഫ്. എന്നാൽ ഇതുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുന്ന ഫസ്റ്റ് പാർട്ടാണ് anterior pituitary, otherwise called as adenohypophysis, which can produce its own hormone. ഇവിടെ സ്റ്റോറേജ് അല്ല, സ്വന്തമായ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദിസ് പാർട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് ഡിസ്റ്റാലിസ് ആൻഡ് പാർട്സ് ഇന്റർമീഡിയ. പക്ഷേ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും ഹൈപ്പോതലാമസിന്റെ റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പോതലാമസിൽ നിന്നും ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന ബ്ലഡ് വെയിൻസിന്റെ സഹായത്തോടു കൂടിയാണ് ശരിക്കും ഹൈപ്പോതലാമസ് ഹോർമോൺസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ റീച്ച് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് യുവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻഡ് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ശരിക്കും ബേസിലായി, നമ്മുടെ ബ്രെയിനിന്റെ ബേസിലായി നിങ്ങൾ കാണുന്നു. നമ്മുടെ ക്രേനിയൽ ബോക്സിന്റെ സ്പിനോയിഡ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ബോണിലുള്ള ചെറിയ അതിൻ്റെ സെൻട്രൽ സ്റ്റോക്ക് അതൊന്ന് കുഴിഞ്ഞിരിക്കും. അതിനെയാണ് സെല്ലാ ടെർസിക്ക എന്ന് പറയുക. ഈ സെല്ലാ ടെർസിക്കയിലാണ് ശരിക്കും നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ കാണുന്നത്. ഇനി അടുത്തതായി പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ഏതെല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ബേസിക്കലി നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പാർട്സ് ഡിസ്റ്റാലിസ്, പാർട്സ് ഇന്റർമീഡിയ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പാർട്സ് നെർവോസ. ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അവരുടെ ഫങ്ഷൻസും. സോ ഫസ്റ്റ് പാർട്സ് ഡിസ്റ്റാലിസ് നോക്കാം. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5 ഹോർമോൺസ് ആണ്. 2 ഹോർമോൺസ് ഡയറക്റ്റ് ഹോർമോൺസ് ആണ്. ഗ്രോത്ത് ഹോർമോൺ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ ബോഡി. പ്രൊലാക്റ്റിൻ വിച്ച് ആക്ട് ഓൺ ദ മാമറി ആൽവിയോളെ, എന്നിട്ട് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. P4P പ്രൊഡ്യൂസിങ് ഹോർമോൺ. പിന്നെ 3 ഹോർമോൺസ് ശരിക്കും ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് ആക്കുന്ന ഹോർമോൺസ് ആണ്. കാരണം ഈ ഹോർമോൺസ് ഒരു ഗ്ലാൻഡിൽ ചെന്ന് ആ ഗ്ലാൻഡിനോട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ പറയുന്ന ആൾക്കാരാണ്. അതേതൊക്കെയാണ്? അഡ്രിനൽ കോർട്ടെക്സിനോട് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ പറയുന്ന അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് തൈറോക്സിനെ സെക്രീറ്റ് ചെയ്യാൻ പറയുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആൻഡ് നമ്മുടെ ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ പറയുന്ന FSHും LHും. ഓക്കെ, ഈ FSHന്റെയും LHന്റെയും ഫംഗ്ഷൻ ഓവറിയിലും ടെസ്റ്റിസിലും ഡിഫറെൻ്റ് ആണ്, വിച്ച് വി വിൽ ഡിസ്കസ് വിത്ത് ഗൊണാഡ് പാർട്ട്. ഓക്കെ ആണ്. പാർട്സ് ഡിസ്റ്റാലിസ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കാണുക പാർട്സ് ഇന്റർമീഡിയ ആണ്. ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ ഹോർമോൺ ആണ് MSH അല്ലെങ്കിൽ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ മെലനോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ പിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ ആൻഡ് ഇറ്റ് കോസസ് സ്കിൻ പിഗ്മെന്റേഷൻ. അടുത്തതാണ് പാർട്സ് ഡിസ്റ്റാലിസ് റീജിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, പാർട്സ് നെർവോസ റീജിയൻ. ആൻഡ് പാർട്സ് നെർവോസയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദർ ഇസ് നോ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഓവർ ഹിയർ. ഇവിടെ ശരിക്കും ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ആരാണ് ഈ 2 ഹൈപ്പോതലാമസ് ഹോർമോൺ? വാസോപ്രസിനും ഓക്സിറ്റോക്സിനും. നിങ്ങൾക്കറിയാം ഓക്സിറ്റോക്സിൻ ആക്ട് ചെയ്യുന്നത് സ്മൂത്ത് മസിൽസ് കോൺട്രാക്ഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പാർച്ചുറേഷൻ ഓഫ് ബേബി. ഓൾസോ ഡക്റ്റുകളുടെ മാമറി ഡക്ട്സിന്റെ സ്മൂത്ത് മസിൽസിൽ കോൺട്രാക്ട് ചെയ്തുകൊണ്ട് മിൽക്കിനെ ലെറ്റ് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ദർ ഇസ് വൺ ക്വസ്റ്റ്യൻ ഹിയർ. മിൽക്ക് ലെറ്റ് ഡൗൺ ഹോർമോൺ ഏതാണ്? മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ഏതാണ്? ആൻഡ് നെവർ കൺഫ്യൂസ്, ലെറ്റ് ഡൗൺ ഈസ് യുവർ oxytocin and your producing hormone is prolactin. And then you have vasopressin. Vaso means blood vessel. Pressin means it is compressing. Yes, it causes vasoconstriction and increases the BP. Otherwise called as ADH or anti-diuretic hormone. കാരണം നമുക്കറിയാം ഇത് diuresis, excess urine flow prevent ചെയ്യുന്നു by increasing the absorption of water from the distal convoluted tubule of your nephron. ആൻഡ് ഇനി നമ്മൾ ഡിസോർഡേഴ്സിലേക്ക് പോവുകയാണ്. സോ ഗ്രോത്ത് ഹോർമോണിൻ്റെയും അതുപോലെ ADHന്റെയും ഡിസോർഡർ മാത്രമാണ് നമുക്ക് പിറ്റ്യൂട്ടറിയിൽ പഠിക്കാനുള്ളത്. ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ, ഗ്രോത്ത് കൂടുമല്ലേ, ഇത് ചൈൽഡ്ഹുഡിലാണെങ്കിൽ ഓവറോൾ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും, ഹൈറ്റും ലെങ്ത്തും മസിൽ മാസും ഒക്കെ ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ആസ് ജൈജാൻറ്റിസം. വേറസ് അഡൽട്ട്ഹുഡിലാണ്, അഡൽട്ടായ ശേഷം ഒരു പിറ്റ്യൂട്ടറി ട്യൂമർ വന്നാണ് ഗ്രോത്ത് ഹോർമോൺ റൈസ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി, വിച്ച് കോസസ് ഡിസ്ഫിഗർമെന്റ് ഓഫ് യുവർ ജോ ബോൺ അല്ലെങ്കിൽ ഫിംഗേഴ്സ്.
അല്ലാതെ ഇതൊരു ഓവറോൾ ഡെവലപ്മെന്റിനെ സഹായിക്കില്ല. ബിക്കോസ് ഓൾറെഡി ബോൺസ് എല്ലാം എന്തായിരിക്കും ആ സമയത്ത് കംപ്ലീറ്റ് ഓസിഫിക്കേഷൻ സംഭവിച്ചു കാണും. ആൻഡ് ദർ വിൽ നോട്ട് ബി എനി മെറ്റാപ്ലേറ്റ്സ് വിച്ച് ഹെൽപ്സ് ഇൻ ഫർദർ ഗ്രോത്ത്. അപ്പം അങ്ങനെ ഫർദർ ഗ്രോത്ത് പോസിബിൾ ആവില്ല. ആൻഡ് ദെൻ യു ഗോ ടു ദി ഡിക്രീസ് ഇൻ ഗ്രോത്ത് ഹോർമോൺ. ഈ കണ്ടീഷനെയാണ് നമ്മൾ അറ്റിലോസിസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഡോർഫിസം എന്ന് പറയുക. ഓവറോൾ ഹൈറ്റ്, ഫിസിക്കൽ ഗ്രോത്ത് ഇമ്പയർഡ് ആയിരിക്കും. ദെൻ യു ഗോ ടു ദി നെക്സ്റ്റ്, ദാറ്റ് ഈസ് ADH. ADHനും ഡെഫിഷ്യൻസി ഉണ്ടാവാം. ADH ഡെഫിഷ്യൻസി ഉണ്ടായാൽ നമ്മുടെ യൂറിൻ ഫ്ലോ കൂടും അല്ലേ. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഞാൻ രണ്ടാമത് പറയാൻ കാരണം ശരിക്കും ഹൈപ്പോതലാമസിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പറയുക. ശരിക്കും മാസ്റ്റർ ഗ്ലാൻഡായ പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസിന്റെ ജോലി. ശരിക്കും പറഞ്ഞാൽ പിറ്റ്യൂട്ടറിയിൽ തന്നെ നമ്മൾ ആലോചിച്ചാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പാർട്സ് ഡിസ്റ്റാലിസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ മാത്രമാണ് ശരിക്കും ആര് കൺട്രോൾ ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഹൈപ്പോതലാമസ് അവിടെ ഇരുന്നുകൊണ്ട് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം വഴി അതിൻ്റെ റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിനെ വിടും. ടു എയ്തർ റിലീസ് എന്ന് പറയാൻ അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് റിലീസ് എന്ന് പറയാൻ. ശരിക്കും റിലീസിങ് ഹോർമോൺസ് പാർട്സ് ഡിസ്റ്റാലിസിലെ എല്ലാ ഹോർമോൺസിനെയും കൺട്രോൾ ചെയ്യാനുണ്ട്. ACTHനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ഉള്ളതാണ് കോർട്ടിക്കോട്രോഫിക് റിലീസിങ് ഹോർമോൺ. കോർട്ടിക്കോട്രോഫിനെ റിലീസ് ചെയ്യാൻ പറയുന്ന ഹോർമോൺ. TSHനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് തൈറോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. ഇനി FSHനെയും LHനെയും, ഇതാണ് ഗൊണാഡോട്രോഫിൻസ് അല്ലേ, ഇവരെ റിലീസ് ചെയ്യാൻ പറയുന്നതാണ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ, GnRH. ദെൻ ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യാൻ പറയുന്ന ഹോർമോണാണ് GHRH, ദാറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. ആൻഡ് പ്രൊലാക്റ്റിനെ റിലീസ് ചെയ്യാൻ PRH, ദാറ്റ് ഈസ് പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺസ്. അപ്പോൾ നമുക്ക് 5 റിലീസിങ് ഹോർമോൺസ് ഉണ്ട്. എന്നാൽ ഇതിൽ എല്ലാവരെയും ഇൻഹിബിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഈ ആദ്യത്തെ 3 ആൾക്കാർ വേറൊരു ഗ്ലാൻഡിൽ ചെന്ന് അവിടെ നിന്ന് സെക്രീഷനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ പറയാനുള്ളവരാണ്. സോ ബേസിക്കലി ഡയറക്റ്റ് ഹോർമോൺസിന് മാത്രമേ നമുക്ക് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉള്ളൂ. ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ സൊമാറ്റോസ്റ്റാറ്റിൻസും പ്രൊലാക്റ്റിൻ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ നമുക്കുള്ളതാണ് ഡോപ്പാമിൻ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. So that is it about the hormones from hypothalamus. Now we move on to the third part, that is pineal gland. പിനിയൽ ഗ്ലാൻഡിനെയാണ് നമ്മൾ എപ്പിതലാമസ് എന്ന് പറയുന്നത് അല്ലേ. ആക്ച്വലി തലാമസിന്റെ റൂഫിലായിട്ടിരിക്കുന്ന റീജിയനാണ് എപ്പിതലാമസ്, അതിന്റെ ഫ്ലോറിലായിട്ടിരിക്കുന്ന റീജിയനാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ എപ്പിതലാമസ് റീജിയനെ തന്നെയാണ് നമ്മൾ പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് പിനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ജസ്റ്റ് വൺ ഹോർമോൺ വിച്ച് ഇസ് കോൾഡ് എസ് മെലറ്റോണിൻ അല്ലേ. ഇതിനെയാണ് നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്, വിച്ച് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഓഫ് അവർ ബോഡി. എന്നാൽ ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് നീറ്റിന് മോസ്റ്റ് കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് പീനിയൽ ഗ്ലാൻഡ്? പലപ്പോഴും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഉറക്കം കിട്ടുമ്പോഴാണ് മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓർക്കാം, നമ്മൾ നല്ലോണം ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന് ചുറ്റും പിഗ്മെന്റേഷൻ വരും. സോ മെലറ്റോണിൻ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ പിഗ്മെന്റേഷൻ. നമുക്കറിയാം, പനിയായ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ഡോക്ടർ പറയാൻ നല്ലപോലെ ഉറങ്ങാന്നാണ്. ഡിഫൻസ് കേപ്പബിലിറ്റിയെ റൈസ് ചെയ്യാൻ മെലറ്റോണിന് പറ്റും. അതുപോലെ തന്നെ ഉറങ്ങിയില്ലെങ്കിൽ വണ്ണം വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഉറക്കം നമുക്ക് മെലറ്റോണിൻ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മെറ്റബോളിസം ഓഫ് അവർ ബോഡി. നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ പോലെ തന്നെ ഫീമെയിൽസിന്റെ മെൻസ്ട്രൽ സൈക്കിളിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് മെലറ്റോണിൻ ആണ്. ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ദി ബോഡി ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് ഒരാൾ ഉറക്കം എണീക്കുമ്പോൾ അവരുടെ ഡേ ടു ഡേയിലുള്ള എല്ലാ ടൈമിനേക്കാളും 1 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും ഉറക്കം എണീക്കുന്ന സമയത്തുള്ള ബോഡി ടെമ്പറേച്ചർ, ബിക്കോസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ദി ബോഡി ടെമ്പറേച്ചർ. സോ മെലറ്റോണിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കുമ്പോൾ, അപ്പാർട്ട് ഫ്രം ദ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഇറ്റ് ഹെൽപ്സ് ഇൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ, മെറ്റബോളിസം, പിഗ്മെന്റേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഡിഫൻസ് കേപ്പബിലിറ്റി. സോ നമ്മുടെ ക്രേനിയൽ ബോക്സിനകത്തുള്ള 3 ഗ്ലാൻഡുകളും കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നു തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, അതൊന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, തൈറോയ്ഡ് കാർട്ടിലേജ് അല്ലെങ്കിൽ ലാരിങ്സിന് താഴെയായി ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, വിച്ച് ഇസ് ആക്ച്വലി കണക്റ്റഡ് ബൈ ആൻ ഇസ്തമസ് ഇൻ ബിറ്റ്വീൻ. ആൻഡ് ദിസ് ഇസ് ദ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് ഇസ് ദ ഓൺലി ഗ്ലാൻഡ് വിച്ച് ക്യാൻ സ്റ്റോർ ഇറ്റ്സ് ഹോർമോൺസ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോളജി എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇതിൽ ഒരുപാട് ഫോളിക്കിൾസ് കാണും.
ഈ ഫോളിക്കിൾസിലെ അസിനാർ സെല്ലുകളാണ് ശരിക്കും, അല്ലെങ്കിൽ ഫോളിക്കുലാർ സെല്ലുകളാണ് നമ്മുടെ മേജർ ഹോർമോണായ T3 T4 ട്രൈ ഐഡോതൈറോണിൻ ആൻഡ് ടെട്രാ ഐഡോതൈറോണിൻ കോമ്പിനേഷനായ തൈറോക്സിൻ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുക. എന്നാൽ ഇതിന് ചുറ്റും കിടക്കുന്ന കുറച്ച് സെല്ലുകളുണ്ട്, പാരാഫോളിക്കുലാർ സെൽ, ഫോളിക്കിൾസിന് പുറത്തുള്ളവ, ഇവരാണ് കാൽസിറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ 2 ഹോർമോൺ, തൈറോക്സിൻ, കാൽസിറ്റോണിൻ. ഇതിൽ ആദ്യത്തെ ഹോർമോണായ തൈറോക്സിന് ഒരു രസമുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഫോളിക്കിൾസിനകത്ത് സ്റ്റോർ ചെയ്യാൻ തൈറോയിഡിന് പറ്റുന്ന ഹോർമോൺ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, നമ്മുടെ ബോഡിയിലെ അമിനോ ആസിഡായ തൈറോസിനെ അയഡിനുമായി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനെ കിട്ടുക. ആൻഡ് അയഡിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡ് വഴി. അഥവാ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായാൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ ഫ്രം ദി തൈറോയിഡ്, ദാറ്റ് ഈസ് തൈറോക്സിൻ പ്രൊഡക്ഷൻ, വിൽ ബി ഇംപയർഡ്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് തൈറോക്സിൻ ഇൻ അവർ ബോഡി? അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ? ശരിക്കും ഒരു കുട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ക്രെട്ടിനിസം എന്ന കണ്ടീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് കുട്ടിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല, അല്ലെങ്കിൽ അമ്മ ഹൈപ്പോ തൈറോയ്ഡ് ആണെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റ് കാണില്ല. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റ് ഓഫ് അവർ ബോഡി. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ബേസിക് മെറ്റബോളിക് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതാണ്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ മെറ്റബോളിസത്തിനെ ഇതിന് സഹായിക്കാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദിറ്റ്, ഇറ്റ് ക്യാൻ ഓൾസോ മെയിൻറ്റെയിൻ ദ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇൻ ദ ബോഡി. ഓൾസോ ഇറ്റ് ക്യാൻ സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് RBC ഫോർമേഷൻ. അപ്പോൾ ഈ ഫങ്ഷൻസ് ആണ് തൈറോക്സിനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷൻ എന്ന് പറയുന്നത് ബേസിക് മെറ്റബോളിക് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക തന്നെയാണ്. അപ്പോൾ ഇത് കൂടിയാലും കുറഞ്ഞാലും എന്ത് പറ്റും? നിങ്ങൾ ആലോചിച്ച പോലെ തന്നെ കൂടിയാൽ BMR കൂടും, കുറഞ്ഞാൽ BMR കുറയും. അത് റിലേറ്റ് ചെയ്ത സിംറ്റംസ് ആണ് നമ്മൾ ഹൈപ്പർ ആൻഡ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണിക്കുക. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. ഒരുപാട് മെറ്റബോളിസം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സബ്സ്ട്രേറ്റുകളെയും പെട്ടെന്ന് നമ്മൾ ബേൺ ചെയ്യും. ആള് ലീൻ ആവും, റിഫ്ലെക്സസ് ഫാസ്റ്റ് ആവും, അവരുടെ ആക്ടിവിറ്റീസ് ഫാസ്റ്റ് ആവും, ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യും, കാരണം മെറ്റബോളിസം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, അപ്പറ്റൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ എല്ലാ സിംറ്റംസും ആണ്. എന്നാൽ നേരെ ഹൈപ്പോ എടുത്താലോ, ഇതെല്ലാം കുറയും. കാരണം ബേസിക്കലി ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു. സോ ദാറ്റ് മീൻസ് നമ്മുടെ മെറ്റബോളിസം കുറയുന്നു, നമ്മൾ ഫാറ്റി ആവും, നമ്മൾ സ്ലഗ്ഗിഷ് ആവും, നമ്മുടെ തോട്ട് പ്രോസസ്സസ് വരെ ഭയങ്കര സ്ലഗ്ഗിഷ് ആയി മാറും, നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ ബ്രീത്തിങ് റേറ്റിനെ അത് എഫക്റ്റ് ചെയ്യും, അപ്പിറ്റൈറ്റ് നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് ആണ്. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനുകളാണ് എൻഡമിക് ഗോയിറ്ററും ക്രെട്ടിനിസവും അതുപോലെ തന്നെ മിക്സഡ് എഡിമയും. ആദ്യം തന്നെ ക്രെട്ടിനിസത്തിൽ തുടങ്ങാം. കൺജനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസത്തിനെയാണ് ക്രെട്ടിനിസം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ലാത്തത് കൊണ്ടോ, അമ്മ ഹൈപ്പോ തൈറോയിഡ് ആയിരുന്ന പ്രഗ്നൻസിയുടെ സമയത്തായിരുന്ന കണ്ടീഷൻ കൊണ്ടോ കുട്ടിയുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റ് ഇംപയർഡ് ആയി വരുന്ന ഒരു കുട്ടിയാണ് ക്രെട്ടിൻ. സോ ക്രെട്ടിന് സെക്ഷൽ ഡെവലപ്മെന്റ് ഇല്ല, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇല്ല, മെന്റൽ ഡെവലപ്മെന്റ് ഇല്ല. നേരെ നമ്മൾ പഠിച്ച പിറ്റ്യൂട്ടറി ഡോഫ്രിസത്തിലേക്ക് നിങ്ങൾ ഓർക്കുമ്പോൾ അവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് ഇംപയർഡ് ആയിട്ടുള്ളത്. ഇത് കൂടാതെ ക്രെട്ടിൻസിൽ നമ്മൾ കൂടുതലായി കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിലേഡ് ആയിട്ടുള്ള ബോൺ ക്ലോഷേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ഫീച്ചർ സ്കിൻ കോഴ്സ് ആവുക എന്നുള്ളതും ഹെയർ കോഴ്സ് ആവുക എന്നുള്ളതുമാണ്. ഡ്രൈ സ്കിന്നായിരിക്കും. ആൻഡ് ദർ വിൽ ബി ഡഫ് മ്യൂട്ടിസം. ഡഫ് മ്യൂട്ടിസം എന്നാൽ നമ്മൾക്ക് ചെവി കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം സംസാരിക്കാൻ വൈകുന്ന സിറ്റുവേഷൻ. സോ ഇതെല്ലാം തന്നെ ക്രെട്ടിനിസത്തിൻ്റെ സിംറ്റംസ് ആണ്. എന്നാൽ അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് മിക്സഡ് എഡിമ. എഡിമ എന്ന് പറഞ്ഞ പോലെ തന്നെ ബോഡിയിൽ എഡിമ, നീരുകൾ കാണുക, അതുപോലെ സ്ലഗ്ഗിഷ് ആയി, നമ്മൾ നേരത്തെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ പറഞ്ഞ എല്ലാ കണ്ടീഷനും സ്ലഗ്ഗിഷ് ആകുക, ആൾക്ക് ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, ഹാർട്ട് റേറ്റ് കുറയുക, ഇതെല്ലാം മിക്സഡ് എഡിമയുടെ സിംറ്റംസ് ആണ്. എന്നാൽ മോസ്റ്റ് കോമൺ ആയി നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം, അതും ഹില്ലി റീജിയൻസിൽ കാണാനുള്ള റീസണെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈപ്പോ തൈറോയിഡിക് കണ്ടീഷനെ നമ്മൾ പറയും എൻഡമിക് ഗോയിറ്റർ. എന്തുകൊണ്ട് ഹില്ലി റീജിയൻസ് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തു? ഇത് സാധാരണയായി ഏരിയ സ്പെസിഫിക് ആണ്. ബിക്കോസ് പണ്ട് തൊട്ടേ നമുക്ക് അയഡിൻ ലഭിക്കാത്തത് ഹില്ലി ഏരിയാസിലാണ്. കാരണം മോസ്റ്റ്ലി അയഡിൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് വഴിയാണ് കിട്ടുക.
സീ ഫുഡ് വഴിയാണ് ഇത് കിട്ടുക. സോ ഫ്രഷ് ആയി സീ ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളിൽ മോസ്റ്റ്ലി നമുക്ക് അയഡിൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഗോയിറ്റർ, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയിഡ് കാണാം. ഇതിനെയാണ് എൻഡമിക് ഗോയിറ്റർ എന്ന് പറയുക. എന്നാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് ഈസ് നൗ ക്യൂർഡ് ബിക്കോസ് നിങ്ങൾക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ട് എല്ലാം അയോഡൈസ്ഡ് സോൾട്ട് ആണ്. അയോഡൈസ്ഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇനഫ് അയഡിൻ ത്രൂ അതർ സബ്സ്റ്റൻസസ്. അതുകൊണ്ട് തന്നെ ഈ ഗോയിറ്റർ ഡെവലപ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി യു ഗോ ടു ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻ. നമുക്ക് പഠിക്കാനുള്ള ഏക ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻ ആണ് ഗ്രേവ്സ് ഡിസീസ് വിച്ച് ഇസ് അതർവൈസ് കോൾഡ് ആസ് എക്സോഫ്താൽമസ് ഗോയിറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസിന്റെ മെയിൻ സിംറ്റംസ് ആയ ലൈക്ക് ഹാവിങ് ഹൈ ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, ട്രമർ ഉണ്ടാവുക, റിഫ്ലക്സസ് ഫാസ്റ്റ് ആവുക, ഇങ്ങനെയുള്ള എല്ലാ സിംറ്റംസിനും പുറമെ ഇവർ കാണിക്കുന്ന ഒരു മേജർ ഫീച്ചറാണ് കണ്ണിൻ്റെ നമ്മുടെ ഐബോൾ പ്രൊട്രൂഡ് ചെയ്ത് വരിക, വിച്ച് ഇസ് കോൾഡ് എസ് എക്സോഫ്താൽമസ്. ആൻഡ് അതുപോലെ തന്നെ ഗോയിറ്റർ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുക, ഇൻഫ്ലൈംഡ് ആയിട്ട് വരിക, വിച്ച് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ. സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് ദ ഫസ്റ്റ് ഹോർമോൺ ഓഫ് തൈറോയിഡ്, തൈറോക്സിൻ. എന്നാൽ ഇനി നമ്മൾ രണ്ടാമത് പോകുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ പഠിക്കാൻ ഞാനൊരു കൂട്ടുകാരനെയും കൂടെ, അവൻ്റെ ഒരു ആൻറ്റഗോണിസ്റ്റ്, കൂട്ടുകാരനെന്ന് പറയാൻ പറ്റില്ല, ഒരു എതിരാളിയും കൂടെ നമ്മൾ പരിചയപ്പെടുക്കുകയാണ്. ദാറ്റ് ഈസ് പാരാത് ഹോർമോൺ വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം ദി പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഓൺ ദി ബാക്ക് പാർട്ട് ഓഫ് ദ തൈറോയ്ഡ് ആസ് 4 nodules. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരു ആളെ കൂട്ടുക, കുറയ്ക്കുക എന്നുള്ളതാണ്. ആരാണ് ഇയാള്? കാൽസ്യം അയോൺസ് അല്ലെ. കാൽസ്യം അയോൺസിന്റെ ഹോമിയോസ്റ്റാസിസ് ആണ് ഇവരുടെ രണ്ടുപേരുടെയും ഫംഗ്ഷൻ. ഇതിൽ കാൽസ്യം അയോണിന്റെ ജോലി എന്താണ്? നമ്മുടെ ബോഡിയിൽ എന്തിനാണ് ബ്ലഡിൽ കാൽസ്യം വേണ്ടത്? നമുക്കറിയാം, മസിൽ കോൺട്രാക്ഷന് വേണം, നെർവ് ഇമ്പൾസ് കണ്ടക്ഷന് വേണം, നമ്മളുടെ ബോഡിയിലുള്ള ബ്ലഡ് കൊയാഗുലേഷന് കാൽസ്യം വേണം. സോ ദർ ഇസ് പ്ലന്റി ഓഫ് പർപ്പസ് ഫോർ കാൽസ്യം ഇൻ ദ ബ്ലഡ്. ഈ കാൽസ്യത്തിനെ ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് പാരാത് ഹോർമോണും കാൽസിറ്റോണിനും. ഇതിൽ പാരാത് ഹോർമോൺ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവലിനെ കൂട്ടുന്നു ആൻഡ് കാൽസിറ്റോണിൻ അത് കുറയ്ക്കുന്നു. അപ്പോൾ എങ്ങനെ കൂട്ടണമെങ്കിൽ നമ്മൾ ഒന്നിലും കിഡ്നി എന്നുള്ള അബ്സോർപ്ഷൻ കൂട്ടണം, അതുപോലെ GIT എന്നുള്ള അബ്സോർപ്ഷൻ കൂട്ടണം, ബോൺ എന്നുള്ള റീ അബ്സോർപ്ഷൻ കൂട്ടി അത് ബ്ലഡിലേക്ക് കൊണ്ടെത്തിക്കാം. എന്നാൽ എങ്ങനെ കുറയ്ക്കും കാൽസിറ്റോണിൻ? ബോണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ഓഫ് കാൽസ്യം ഇൻക്രീസ് ചെയ്യുക, ആൻഡ് ഓൾസോ പ്രിവെന്റ് ദി അബ്സോർപ്ഷൻ ഫ്രം ദി GI ട്രാക്ട്. ഇനി ഇതിൽ തന്നെ പാരാത് ഹോർമോൺ ഒരു കേമനാണ്. ഇവന് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. പാരാത് ഹോർമോൺ കൂടാം, കുറയാം. പാരാത് ഹോർമോൺ കൂടിയാൽ എന്ത് പറ്റും? ബ്ലഡിലേക്കുള്ള കാൽസ്യം കൂടും. എന്നാൽ എവിടെ നിന്ന് എടുക്കും? ബോണിൽ നിന്ന് എടുക്കും. ബോണിൽ ഊട്ടകൾ വീഴും. ഇതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുക, വിച്ച് കോസസ് ഡിക്രീസ് ഇൻ സ്ട്രെങ്ത് ഓഫ് ബോൺ. ആൻഡ് പാരാത് ഹോർമോൺ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കണ്ടീഷൻ, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയും. അതനുസരിച്ച് കാൽസ്യത്തിൻ്റെ മേജർ ഫംഗ്ഷനായ മസിൽ കോൺട്രാക്ട് ചെയ്താൽ റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സ് ഇമ്പയർഡ് ആവും. അപ്പോൾ നമുക്കുണ്ടാവുന്ന കണ്ടീഷനെയാണ് സ്പാസ്മിക് കോൺട്രാക്ഷൻ, പക്ഷെ റിലാക്സ് ചെയ്യുന്നില്ല മസിൽസ്, വിച്ച് ഇസ് കോൾഡ് ആസ് കാർപ്പോപെഡൽ സ്പാസം അല്ലെങ്കിൽ ടെറ്റനി. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഏത് കഴിഞ്ഞു? നമ്മുടെ തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കഴിഞ്ഞു. ഇവിടെ തൈറോയിഡിൽ തൈറോക്സിൻ, കാൽസിറ്റോണിൻ ആൻഡ് പാരാതൈറോയിഡ്, പാരാത് ഹോർമോൺ. പഠിക്കാൻ എളുപ്പം. തൈറോക്സിൻ ഒറ്റയ്ക്ക് പഠിക്കുക, കാൽസിറ്റോണിൻ ആൻഡ് പാരാത് ഹോർമോൺ ആന്റഗോണിസ്റ്റിക് ആണ്, ഇവരുടെ ഫംഗ്ഷൻ ഒന്നിച്ച് പഠിക്കുക. ഇനി നമ്മൾ പോകുന്ന അടുത്ത പാർട്ടാണ് തൈമസ്. നമുക്കറിയാം, തൈമസ് ട്രക്കിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വിൻഡ് പൈപ്പിന്റെ ബൈഫർക്കേഷൻ്റെ അവിടെയായി കാണുന്ന ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. ശരിക്കും സ്റ്റേണത്തിന്റെ താഴെയും അയോട്ടയ്ക്ക് വെൻട്രൽ, അയോട്ടയ്ക്ക് ഫ്രണ്ടിലുമായിട്ടാണ് നമ്മൾ ഈ ബൈലോബ്ഡ് തൈമസിനെ കാണുക, വിച്ച് ഒൺലി പ്രൊഡ്യൂസസ് എ സിംഗിൾ ഹോർമോൺ തൈമോസിൻ. ഈ തൈമസ് ഗ്ലാൻഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഫ്രം ദി ഏജ് ഓഫ് ബർത്ത് ടു പ്യൂബർട്ടി സൈസ് ഇൻക്രീസ് ചെയ്യുകയും പ്യൂബർട്ടിക്ക് ശേഷം സൈസ് റിഗ്രസ് ആയി ഓൾഡ് ഏജിൽ കംപ്ലീറ്റ് ആയി പോകുന്ന ആളാണ് തൈമസ്. ആൻഡ് തൈമോസിന്റെ ജോലി എന്താണ്? തൈമസ് സെക്രീറ്റ് ചെയ്യുന്ന തൈമോസിനാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മെച്യൂർ ആക്കാൻ സഹായിക്കുക. തൈമോസിനാണ് T ലിംഫോസൈറ്റ്സിനെ മെച്യൂർ ആക്കാനും B ലിംഫോസൈറ്റ്സിൽ നിന്നും ആൻറ്റിബോഡി പ്രൊഡക്ഷനും അതിനെ എൻഹാൻസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഓൾഡ് ഏജിൽ തൈമസ് റിഗ്രസ് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പയർഡ് ആകുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് തൈമോസിൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദി അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 2 റീജിയൻസ് ഉണ്ട്. ദ ഔട്ടർ റീജിയൻ കോൾഡ് എസ് കോർട്ടെക്സ് ആൻഡ് ദി ഇന്നർ റീജിയൻ കോൾഡ് എസ് മെഡുല്ല. ഇതിലെ ഔട്ടർ റീജിയൻ ആയ കോർട്ടെക്സ് ആണ് 3 സെഗ്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നത്. ഗ്ലോമെറുലസ,
the outermost layer, fasciculata the in-between layer, and reticularis the innermost layer. ഇതിൽ ഗ്ലോമറുലോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മിനറലോ കോർട്ടിക്കോയിഡായ ആൽഡോസ്റ്റിറോൺ, വിച്ച് ഹെൽപ്സ് ഇൻ ദ റീസോർപ്ഷൻ ഓഫ് സോഡിയം and water from the DCT and helps in the secretion of potassium and phosphate into the DCT. അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ യൂറിൻ ഔട്ട്ഫ്ലോയിനെ കുറയ്ക്കുന്നു. അടുത്തതാണ് ഫെസിക്കുലേറ്റർ റീജിയൻ, വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കോൾഡ് ആസ് കോർട്ടിസോൾ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആയ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോർട്ടിസോൾ ആണ്. ആൻഡ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കോർട്ടിസോൾ? നമ്മുടെ ബോഡിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഹോർമോൺ, RBC പ്രൊഡക്ഷന് സഹായിക്കുന്നു, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെയും കിഡ്നിയുടെയും ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ബേസിക്കലി ഇത് നമ്മുടെ മെറ്റബോളിസത്തിനെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്ലൂക്കോനിയോജെനസിസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണിത്. പ്രോട്ടിയോലൈസിസ് ചെയ്യുന്നു, പ്രോട്ടീൻ ഡീഗ്രേഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫാറ്റിനെയും ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ബ്രേക്ക് ഇറ്റ്, ലിപ്പോലൈസിസ് നടത്തുന്നു. ബട്ട് നമ്മുടെ സെൽസിൻ്റെ അമിനോ ആസിഡ് യൂട്ടിലൈസേഷനും അപ്ടേക്കിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അപ്പോൾ കോർട്ടിസോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫെസിക്കുലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഹോർമോൺ. ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് റെക്ടിക്കുലാരിസ്, വിച്ച് പ്രൊഡ്യൂസ് സെക്സ് സ്റ്റിറോയിഡ്സ്, വിച്ച് ആർ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. ഇവരുടെ ഏറ്റവും വലിയ ജോലി നമ്മുടെ സെക്സ് ഹോർമോൺസ് ചെയ്യുന്ന പോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് പ്യൂബേർട്ടി നമ്മുടെ ആക്സിയൽ ഹെയർസ്, പ്യൂബിക് ഹെയർ ആൻഡ് ഫേഷ്യൽ ഹെയർ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ഇനി ഈ ഹോർമോൺസിന് നമുക്ക് ഡിഫക്റ്റ് ഉണ്ടാവാം. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുക when you are having high level of cortisol in the body, and you get the condition called as Addison's disease when you are having very low കോർട്ടിസോൾ റിലീസസ്. കോർട്ടിസോൾ മാത്രമല്ല, ഇതിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആൻഡ് മിനറലോകോർട്ടിക്കോയിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കണ്ടീഷനാണ് അഡിസൺസ് ഡിസീസ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ ഒരു ബ്രോൺസ് ഡിസ്കളറേഷൻ ഓഫ് ദി സ്കിൻ ഉണ്ടാവുന്നു. പിന്നെ നമുക്കറിയാം മിനറലോകോർട്ടിക്കോയിഡ് ആണ് BP മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക. സോ ആൽഡോസ്റ്റിറോൺ കുറയുന്നത് കൊണ്ട് തന്നെ BP കുറയാനും സാധ്യതയുണ്ട്. And the second hormone that is released from the adrenal medulla, which is called as adrenaline. നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിയിലെ എമർജൻസി ഹോർമോണാണ് അഡ്രിനാലിൻ, വിച്ച് കോസസ് ദ മേജർ തിങ് ദാറ്റ് ഈസ് നമുക്ക് എന്ത് സംഭവിക്കും? ഒരു എമർജൻസി സിറ്റുവേഷനിൽ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്കറിയാം അതിൻ്റെ മേജർ ഫങ്ഷൻസ് ഒന്നെന്ന് പറയുന്ന പ്യൂപ്പിലറി ഡയലേഷൻ, സ്വെറ്റിംഗ് ഉണ്ടാക്കുക, പൈലോ ഇറക്ഷൻ സംഭവിപ്പിക്കുക, ഹാർട്ട് റേറ്റ് കൂട്ടുക, ബ്രീത്തിങ് റേറ്റ് കൂട്ടുക, മസിൽസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടുക, GIT-യിലേക്കുള്ളത് കുറയ്ക്കുക, ആൻഡ് പ്രിവെന്റ് മെച്ചുറേഷൻ, യൂറിൻ ഔട്ട്ഫ്ലോ നിർത്തുക. സോ ദീസ് ആർ ദ ഹോർമോൺസ് ഫ്രം യുവർ അഡ്രിനൽ ഗ്ലാൻഡ്. കോർട്ടെക്സിൽ നിന്നും സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഹോർമോൺ, ആൻഡ് മെഡുല്ലയിൽ നിന്നും യു ഗെറ്റ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ആൻഡ് ഫൈനലി വി മൂവ് ഓൺ ടു ദി ലാസ്റ്റ് വൺസ്, വിച്ച് ഇസ് പാൻക്രിയാസ് ആൻഡ് ഗോണാഡ്സ്. അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്നത് നമുക്കറിയാം സി ഷേപ്ഡ് ഡിയോഡിനൽ പാർട്ടിൻ്റെ അവിടെയായിട്ട് ഇരിക്കുന്ന എക്സോക്രൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീഷൻ ആൻഡ് എൻറ്റോക്രൈൻ പാൻക്രിയാറ്റിക് ഹോർമോൺ സെക്രീഷൻ ഉള്ളവരാണ്. പാൻക്രിയാറ്റിക് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത് a group of cells called as islets of Langerhans ആണ്. ഇതിലെ ആൽഫ സെൽസ് ഗ്ലൂക്കോഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഗ്ലൂക്കോഗൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടുന്ന ആളും ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്ന ആളുമാണ്. അപ്പോൾ എങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടും? കുറയ്ക്കും അല്ലേ? കൂട്ടണമെങ്കിൽ ഗ്ലൂക്കോസിനെ പുതുതായി പ്രൊഡ്യൂസ് ചെയ്യണം, വിച്ച് ഇസ് ഗ്ലൂക്കോനിയോജെനസിസ്. അല്ല എങ്കിൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കണം, ദാറ്റ് ഈസ് ഗ്ലൈക്കോജെനോലൈസിസ്. ആൻഡ് ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് പറഞ്ഞു വിടണം. ഇൻക്രീസ് ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. ഓൾസോ ഈ ഗ്ലൂക്കോസ് എക്സസ് ആണെന്നിരിക്കരുത്, സെല്ലിലേക്ക് പോവാതെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. സോ ദാറ്റ് ഈസ് ഗ്ലൈക്കോജനസിസ്. ആൻഡ് ഇവിടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഒരു ഡിസോർഡർ പഠിക്കുന്നത് ഇൻസുലിൻ്റെ ഡിസോർഡർ ആണ്. ഇൻസുലിൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആക്ഷൻ ഇമ്പയർഡ് ആയാൽ നമുക്കുണ്ടാവുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇതിൽ തന്നെ ആദ്യത്തെ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാൻ കാരണം പാൻക്രിയാസിൻ്റെ ഐലറ്റ് സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് സെല്ലിൽ ഉണ്ടാകുകയും അതുവഴി സെല്ലിന് ഗ്ലൂക്കോസ് അപ്ടേക്ക് നടക്കാത്തത് കൊണ്ടുമാണ്. And finally we are moving to the last ones, that is gonads. നമുക്കറിയാം നമുക്കുള്ള ഗൊണാഡ്സ് ആണ് ടെസ്റ്റിസും ഓവറി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള FSH ഉം LH ഉം ആണ് ഇവരെ ആദ്യമേ റെഗുലേറ്റ് ചെയ്യുന്നത് ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടി.
ഇതിൽ ടെസ്റ്റസ് എടുക്കുകയാണെങ്കിൽ FSHന്റെ ജോലി ഇറ്റ് ആക്ട്സ് ഓൺ ദ സെർട്ടോളി സെൽസ് ആൻഡ് ഇനിഷ്യേറ്റ്സ് സ്പെർമാറ്റോജെനസിസ് ആൻഡ് ലെഡിക് സെൽസ് ആക്ട് ഓൺ ദി LH hormone act on the Leydig cell L4L and it initiate the testosterone release. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ ഹോർമോൺ. അതുപോലെ ഓവർ എടുക്കുകയാണെങ്കിൽ FSHന്റെ ജോലി ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഫ്രം ഇറ്റ്. ആൻഡ് LHന്റെ ജോലി നമുക്കറിയാം LH സർജ് ഉണ്ടാവുമ്പോഴാണ് ഓവുലേഷൻ സംഭവിക്കുക. And what is the function of these hormones? Testosterone male secondary sexual charactersനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, സ്പെർമാറ്റോജെനസിസ് ഉണ്ടാക്കുന്നു, അതുപോലെ ആക്സസറി ഡക്ട്സ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു. അനബോളിക് ഹോർമോൺസ് ആണ് മെയിൽസിന്റെ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആർ ദ ഫീമെയിൽ ഹോർമോൺസ്. ഇതിൽ ഈസ്ട്രോജൻ ആണ് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ഫീമെയിൽസും മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റിനും ഫോളിക്കുലർ ഡെവലപ്മെന്റിനും സഹായിക്കുക. എന്നാൽ പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ ആൽവിയോളാർ സെൽസ് ഓഫ് മാമറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. So that is it about different hormones from our different endocrine glands. And finally we are moving to the classification of hormones. നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഹോർമോൺസിനെയും നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാം. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട് ആൻഡ് പ്രോട്ടീൻ ഹോർമോൺസ് ഉണ്ട്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പഠിച്ച ട്രൈ ഐഡോ തൈറോണിൻ, ടെട്രാ ഐഡോ തൈറോണിൻ, അതുപോലെ തന്നെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾസ്, അതിൽ തന്നെ കോർട്ടിസോയിഡ്സ് അല്ലെങ്കിൽ മിനറലോകോർട്ടിസോയിഡ്സ്, ഇതെല്ലാം സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. ബാക്കി നമ്മൾ പഠിച്ചിട്ടില്ല, ഗ്രോത്ത് ഹോർമോൺ ആവട്ടെ, ഓക്സിറ്റോക്സിൻ ആവട്ടെ, കാൽസിറ്റോണിൻ ആവട്ടെ, ഇവരെല്ലാവരും പെപ്റ്റൈഡ് ഹോർമോണുകളാണ്. എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ്? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ സ്റ്റിറോയിഡ് ഹോർമോണുകളും ഐഡോ തൈറോണിനുകളും ഇവർ രണ്ടുപേരും ആക്ച്വലി നമ്മുടെ സെൽസിലെ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുക. ആൻഡ് പെപ്റ്റൈഡ് ഹോർമോൺസും അതുപോലെ അഡ്രിനാലിനും വിച്ച് ഇസ് ഓൾസോ ആൻ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോൺ, ഇവർ രണ്ടുപേരും ആക്ട് ചെയ്യുന്നത് നമ്മുടെ മെംബ്രൈൻ ബൗണ്ട് റിസപ്റ്റേഴ്സിലാണ്. അപ്പോൾ എങ്ങനെയാണ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് നമ്മുടെ സെൽസിൽ ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ മെംബ്രൈൻ ബോണ്ട് ഹോർമോൺസിൻ്റെ കേസ് എടുക്കുകയാണ് വിച്ച് ആർ എപ്പിനെഫ്രിൻ ആൻഡ് പെപ്റ്റൈഡ് ഹോർമോൺസ്. ഇവർ നമ്മുടെ ബ്ലഡിൽ നിന്നും ഡയറക്ട്ലി സെല്ലിൻ്റെ മെംബ്രെയിനിലായിട്ടിരിക്കുന്ന റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നു. ബട്ട് ദേ കനോട്ട് നെവർ എൻറ്റർ ഇൻ ടു ദ സെൽ. ഇവിടെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് ഇത് സെല്ലിനുള്ളിൽ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു വിച്ച് കോസസ് ദ പ്രൊഡക്ഷൻ ഓഫ് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ലൈക്ക് സൈക്ലിക് AMP, ഇനിസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാൽസ്യം അയോൺസ് വിച്ച് കോസസ് ഫിസിയോളജിക്കൽ ചേഞ്ച് ഇൻ അവർ ബോഡി. എന്നാൽ നമ്മൾ എടുക്കുന്ന ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഉള്ള ട്രൈ ഐഡോ തൈറോണിൻ, ടെട്രാ ഐഡോ തൈറോണിൻ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണെങ്കിൽ ഇവർ ഡയറക്റ്റ്, കാരണം ഇവർ ലിപ്പിഡ് ഹോർമോൺസ് ആണെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് തന്നെ മെംബ്രെയിൻ വഴി സെല്ലിനകത്തേക്ക് കയറാം. ഇവിടെ സൈറ്റോപ്ലാസത്തിലോ ന്യൂക്ലിയസിലോ ഉള്ള റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്ത് ഡയറക്റ്റ് ഇവരെന്ത് ചെയ്യുന്നു, DNA-യിൽ ചേഞ്ച് ഉണ്ടാക്കി ആ ചേഞ്ച് വഴി ദേ കോസസ് എ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആൻഡ് ദെയർബൈ ദേ പ്രൊഡ്യൂസ് എ ഫിസിയോളജിക്കൽ ചേഞ്ച് ഇൻ അവർ ബോഡി. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനായി. ഇനി മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണുന്നവരെ ബൈ.